ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കൊന്നൊരു ഡേ നൈറ്റ് കണ്ടാലോ? ഞങ്ങളിന്ന് കസിൻസ് എല്ലാവരും കൂടി ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. എങ്ങോട്ടാണെന്നല്ലേ? നമ്മുടെ കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളിലേക്കാണ് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോണേ. പക്ഷേ എൻ്റെ ലക്ഷ്യം ഹൈലൈറ്റ് മാളല്ല കേട്ടോ, വേറൊരു സ്ഥലമാണ്. അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ, എന്താണ് എൻ്റെ ലക്ഷ്യമെന്ന്. കസിൻസൊക്കെ വന്നപ്പോൾ അവർക്കൊരാഗ്രഹം ഹൈലൈറ്റ് മാൾ കാണണമെന്ന്. അപ്പോൾ പിന്നെ എന്താ പോവാലോ എന്ന് വിചാരിച്ച് ഞാനും വണ്ടിയിൽ കയറിയിരുന്നു. പിന്നെ ഹൈലൈറ്റ് മാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു 10-15 മിനിറ്റ് വഴിയുള്ളൂ കേട്ടോ ഹൈലൈറ്റ് മാളിലേക്ക്. എൻ്റെ പ്ലേസ് വരുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പുത്തൂരാണ്. പുത്തൂർ വെട്ടുകാട് എന്ന് പറയും. അവിടുന്ന് ഈ പറഞ്ഞ ദൂരമുള്ളൂ നമ്മുടെ ഹൈലൈറ്റ് മാളിലേക്ക്. ഞാൻ രാത്രിയൊക്കെ മാളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും പക്ഷേ കസിൻസിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് കേട്ടോ പോണേ മാളിലേക്ക്. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ട് വ്യൂ. എനിക്ക് കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എന്നോട് ക്ഷമിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ പാർക്കിംഗ് ഏരിയ. നമ്മളിത് പാർക്കിംഗ് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലത് പറയണല്ലോ, നല്ലൊരു വിശാലമായ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. കുറേ ഫ്ലോർ ഉണ്ട്. നമുക്ക് തന്നെ ആകെ കൺഫ്യൂഷനാവും. അപ്പോൾ നമ്മൾ നമ്പറൊക്കെ നോക്കിയിട്ടാണ് പോവാറ്. ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഈ ഫസ്റ്റത്തെ പ്രാവശ്യം ചെന്നപ്പോൾ. പിന്നെയും ആ അബദ്ധം പറ്റരുതല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുള്ളും നോക്കിയിട്ടാണ് പോയത്. ഇത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഹൈലൈറ്റ് മാൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നമ്മൾ ചുറ്റി കറങ്ങി, പ്രത്യേകിച്ച് ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ ഹൈലൈറ്റ് മാളിൽ തിയേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അതിപ്പോൾ ഓപ്പണിംഗ് ആയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാള് 4th ഫ്ലോർ വരെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി. ഞങ്ങളങ്ങനെ ഹൈലൈറ്റ് മാളിനോട് ടാറ്റ ബൈ ബൈ പറയാൻ പോവാണ്. ഇനി ഞാൻ പറഞ്ഞ ലക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ ഉദ്ദേശം ഇതൊന്നും അല്ലായിരുന്നു എന്ന്. ബായോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന്. കണ്ടോ, ഇത് കഴിക്കലായിരുന്നു കേട്ടോ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, അധികം ദൂരമൊന്നും പോകണ്ട. അപ്പം അങ്ങനെ ഞാൻ പാനിപ്പൂരിയും മസാലപ്പൂരിയും ഒക്കെ വയറ് നിറയെ കഴിച്ചു കേട്ടോ. അങ്ങനെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.